ക്ലീൻ ദി ഓൾട്ടർ, യാഗപീഠത്തെ ശുദ്ധീകരിക്കുക. നമ്മളാണ് യാഗപീഠം, ഓർക്കണമേ. നമ്മൾ തന്നെയാണ് യാഗവസ്തു. യാഗപീഠവും യാഗവസ്തുവും എല്ലാം ഒരുവനായി തീർന്നത് ക്രൂശയിലാണെന്ന് ഓർക്കണം. ക്രിസ്തു എവിടെയെല്ലാം തൊടുന്നു അവിടെ അതിശയമാണ് നടക്കുന്നത്, അവിടെ അനുഗ്രഹങ്ങളാണ്. നമ്മളെ തന്നെ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് കാലങ്ങളും കാലഗതികളും അറിയാനുള്ള കഴിവ്, ആ ജ്ഞാനം, പരിജ്ഞാനം ദൈവം തമ്പുരാനാണ് ഇസ്സാഖാർ ഗ്രൂപ്പിന്, ഇസ്രായേൽ ജനതയുടെ, യാക്കോബിൻ്റെ 5ാമത്തെ പുത്രൻ ഇട്ടുകൊടുത്തത്. അങ്ങനെ കഴിവുള്ളവർ ഇന്ന് ഉണ്ട് ലോകത്ത്, നമ്മുടെ വിശ്വാസികളുടെ ഇടയ്ക്കൊക്കെ ഉണ്ട് ഈ കഴിവ്. ഈ കഴിവുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നത് ചെയ്യാമെന്ന് ഒരാൾ പറഞ്ഞാൽ അവർക്ക് ആ കഴിവുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണത് പറഞ്ഞത്. പക്ഷേ എത്ര പേർക്ക് അതറിയാം? അത് മനസ്സിലാക്കാൻ, ഡിസേണിങ്, അത് മനസ്സിലാക്കാനുള്ള കൃപയുള്ളവർ വേണം. ഒരു ഭർത്താവ് പറയുന്നത് പലപ്പോഴും ആദ്യകാലങ്ങളിൽ ഭാര്യമാർക്ക് മനസ്സിലാകത്തില്ല. നേരെ തിരിച്ചും ഭാര്യമാർ പറയുന്ന എത്രയോ സ്ത്രീകൾ എന്നെ വിളിച്ചേച്ച് പറയും, എത്ര 30 വർഷമായി ജീവിക്കുന്ന ഇതുവരെ ഞാൻ പറയുന്നതിനൊരു വിലയില്ല, പിന്നെ ഞാനങ്ങ് ജീവിക്കുന്നതൊക്കെ. എന്താ കാരണം? ആ ഒരു ഡിസേണിങ് ഇല്ല, തിരിച്ചറിയാം. ഒന്നാമത് നമ്മുടെ ഉള്ളിലെ ഭയമാണ്. ഭയം മാറണമെങ്കിൽ ആദ്യമേ യേശു ഉള്ളിൽ വരണം. ഇതൊന്നും ഈ കതിരെ കൊണ്ട് വളം വെക്കുന്നത് പോലെ ആകാതിരിക്കാനാണ് ദിനം പ്രതി എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറാം കേട്ടോ. എപ്പോഴും എനിക്ക് ബലഹീനത പറ്റിയിരിക്കുകയാണ്, ഇന്ന് മുതൽ മാറുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ദൈവം ഏറ്റെടുക്കും. ഇതെല്ലാം അന്തരാത്മാവിലാണ് നമുക്ക് നടക്കേണ്ടത്. ഈ ദൈവം പുതിയ സഭ ഉണ്ടാക്കിയപ്പോഴും കർത്താവിന് നിർബന്ധമാണ് എൻ്റെ വചനത്തിൽ ആശ്രയിച്ചിട്ട് പോകണം. പുതിയ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനം, പരിശുദ്ധാത്മ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇത് എടുത്ത് പറയിപ്പിക്കുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:11 വാക്യം വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ എക്യുമെനിക്കൽ പ്രെയർ മീറ്റിംഗ് നടത്തുമ്പോൾ ഇതാണ് വായിക്കുന്ന ഒരു ഭാഗം. അത് എത്ര പേരത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്, സഭകൾ കൂടുന്നുണ്ട്, വായിക്കുന്നൊക്കെ. പക്ഷേ എത്ര ചേർച്ചിൽ ഇത് ഒബ്സർവ് ചെയ്യുമോ, അത് പ്രിൻസിപ്പൽ അത് പ്രാക്ടിക്കലാക്കി കൊണ്ടിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ബട്ട് അറ്റ്ലീസ്റ്റ് ലെറ്റ് മീ റീഡ് ഇറ്റ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:11. അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇറ്റ്സ് കോൾഡ് 5 ലീഡർഷിപ്പ് ഗിഫ്റ്റാണ്. ലീഡർഷിപ്പ് ഇത് തന്നെയാണ്, ഒരു നേതൃത്വ വരമാണിത്. ഈ വരം ദൈവം സഭയ്ക്ക് ഇട്ടിരിക്കുന്നതാണ്. നമ്മൾ പഴയ നിയമത്തിൽ ഇസ്സാഖാറിന് കൊടുത്തുകൊണ്ട് നമുക്കെന്ത് ഗുണമെന്ന് ചോദിക്കുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ സഭ പണിത ദൈവം തമ്പുരാൻ തന്നെ പറയുകയാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ചിലരെ ദൈവം തമ്പുരാൻ അപ്പോസ്തലന്മാരായിട്ട് നിയമിക്കും, ചിലരെ പ്രവാചകന്മാരായിട്ട്, ചിലരെ സുവിശേഷകന്മാരായിട്ട്, ചിലരെ ഇടയന്മാരായിട്ട്, ചിലരെ ഉപദേഷ്ടാക്കൻ. എത്ര പേർക്കുണ്ട്? നമ്മുടെ തന്നെ ചെറിയ ചേർച്ചെടുത്ത് നോക്കാം. എത്ര അപ്പോസ്തലന്മാർ? അത് 12 അപ്പോസ്തലന്മാർ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ദൈവം അപ്പോസ്തലന്മാരെ ഉണ്ടാക്കുന്നില്ലേ? ടു സെൻഡ് പീപ്പിൾ. ദൈവം അയക്കാണ് തൻ്റെ സഭയെ പണിയാനുള്ള കഴിവ് അടുത്ത് എത്രയോ അപ്പോസ്തലന്മാരെ പറഞ്ഞു വിടുന്നു, ഇല്ലേ? ഇന്നും നടക്കുന്നുണ്ട്. അതില്ല എന്ന് പറഞ്ഞില്ല, വിശ്വാസത്തിലാണല്ലോ ബലം ഇരിക്കുന്നത്. അപ്പോൾ ഈ കർത്താവ് ഉണ്ടാക്കിയ സഭയിൽ ഇന്നും നടക്കുന്നു. ചിലരെ അപ്പോസ്തലന്മാരായിട്ട്, ചിലരെ പ്രവാചകന്മാർ പറഞ്ഞ പ്രോഫസി ഈസ് നോട്ട് ഫോർ ഫൈൻഡിങ് ഫോൾട്ട് വിത്ത് സംബഡി. അയാൾ അതുവരെ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ വിളിച്ച് പറയാം, അതല്ലെന്നേ പുതിയ നിയമത്തിലെ പ്രോഫസി. പുതിയ നിയമത്തിലെ പ്രവചനം എന്ന് പറയുന്നത് പ്രോഫസി ഈസ് ഫോർ എഡിഫിക്കേഷൻ, ഫോർ കംഫർട്ട് ആൻഡ് ഫോർ ഗിവിങ് എസ് എൻകറേജ്മെൻറ്റ്. പുതിയ നിയമത്തിൽ ഈ പ്രോഫസി, അതായത് പഴയ നിയമത്തിലെ പോലെ കുറ്റം കാണിച്ചിട്ട് അത് അടിച്ചു മാറ്റിക്കുന്ന ഒരു പ്രോഫസി വളരെ കുറവാണിപ്പം നമ്മൾ കാണുന്നത്. പക്ഷേ ഈ പുതിയ നിയമത്തിലെ പ്രോഫസി ഈസ് ഫോർ എഡിഫിക്കേഷൻ. നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ത് തീരുമാനം എടുത്തിട്ട് അതിൽ മുൻപോട്ട് പോയിട്ട് അത് വാങ്ങിച്ചെടുക്കാൻ ദൈവം തരുന്ന ഒരു എൻകറേജ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മളെ ബലപ്പെടുത്തി മുൻപോട്ട് വിടുന്ന പ്രോഫസി ആയിരിക്കണം. അതല്ല അഴുക്കായിട്ട് എന്തെങ്കിലും പ്രോഫറ്റിക്കലി ദൈവം നിന്നെ ശിക്ഷിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാ പറയുന്നെങ്കിൽ അതിനുള്ള പ്രതിവിധിയും കൂടെ നമ്മൾ പറയണം. അല്ലാതെ അവരെ പേടിപ്പിച്ച് വിടുകയല്ല ചെയ്യണം. അങ്ങനത്തെ പ്രോഫസി ആരും പറയരുത്. കർത്താവിന് ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നമില്ല. പിന്നെ പ്രശ്നം പറയും, നിൻ്റെ വഴി ശരിയല്ല എന്ന് ദൈവം പറയുന്നെങ്കിൽ വഴി മാറ്റാനാണ് പറയുന്നത്, അല്ല അതിനെ അടിക്കാനല്ല. വഴി മാറ്റി തിരിച്ചു വാ മോനെ, വഴി മാറി തിരിച്ചു വാ. ഒരു ടേൺ അറൗണ്ട് നടക്കട്ടെ. ഒരാൾ പറയുമ്പോൾ അത് നടക്കുകയാണ്. ശബ്ദം, വി ആർ ലിവിങ് ഇൻ എ വോയിസ് ആക്ടിവേറ്റഡ് പ്ലാനറ്റ്. നമ്മൾ പറയുന്നതിനെ ശക്തിയുള്ളൂ. പറയാതിരിക്കുന്ന പല കഴിവുള്ള ബുദ്ധിമാന്മാരെ എനിക്കറിയാം, വന്നതും പോകുന്നതും അറിയുന്നില്ല. പിന്നെ ദൈവം തൻ്റെ സാന്നിധ്യം, അവരുടെ സാന്നിധ്യം കൊണ്ട് പല പ്രവർത്തികൾ നടത്തുന്നത്. പക്ഷേ ഇഫ് യു സ്റ്റാർട്ട് സ്പീക്കിംഗ് ദ വിസ്ഡം ഗോഡ് ഹാസ് ഗിവൺ, ദൈവം തന്നിരിക്കുന്ന ഈ ജ്ഞാനം ഒന്ന് പറയാനുള്ള വിനയമുണ്ട്, അല്ലെങ്കിൽ അതിന് ആഗ്രഹം ഇട്ടുകൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിർബന്ധമായിട്ട് പറയുന്നൊരു സത്യമാണ്. എന്താണ്? ചിലരെ അപ്പോസ്തലന്മാർ, ചിലരെ പ്രവാചകന്മാർ, ചിലരെ സുവിശേഷന്മാർ. സുവിശേഷം ദൈവത്തിൻ്റെ വചനമെടുത്ത് പറയുന്ന ഒരു സുവിശേഷകരാണ്. അത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണേലും അവർ സുവിശേഷകർ തന്നെ. ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും. ഉണ്ടോ? ഇടയനായിട്ടുണ്ടോ? ഒരു നല്ല ഇടയനെന്ന് പറയാൻ നമുക്ക് ആരുണ്ട്? ഒരു പ്രയാസം വരുമ്പം എനിക്ക് നല്ല പ്രായമായിട്ടുള്ളതുകൊണ്ടായിരിക്കും. എനിക്കൊരു പണ്ട് ചെറുപ്പത്തിലൊക്കെ നമുക്ക് പ്രയാസം വരുമ്പം ചോദിക്കാൻ പറ്റിയ അഡൽട്ട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കും പ്രയാസം വരുമ്പം അന്ന് ചോദിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? പലപ്പോഴും വളരെ കുറവാണ്. പിന്നെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് സംസാരം തരും. പക്ഷെ അത് യങ്സ്റ്റേഴ്സിന് സാധിക്കുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഭവനത്തിലുണ്ട് എങ്കിൽ ദൈവം നമ്മളിൽ കൂടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടോ അതിനുള്ള ജ്ഞാനം ഉള്ളവരെ കാണിച്ചു കൊടുത്തിട്ട് നേർവഴിക്ക് നടത്തും. അപ്പോൾ ഉപദേഷ്ടകന്മാരായിട്ട് ഇരിക്കാൻ കഴിവുള്ളവർ, വചനത്തിൽ ഉറപ്പുള്ളവർ, ഇതെല്ലാം ദൈവം നിയോഗിച്ചിട്ടുള്ള സ്ഥാനങ്ങളാണ്. ലീഡർഷിപ്പ്, നേതൃത്വ വരങ്ങളെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് അതിനകത്ത് ബാക്കി എഴുതിയിരിക്കുന്നതുണ്ട്, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ഉണ്ട്. പരിജ്ഞാനം വരുമ്പം ഐക്യത വരും. ശരിയാണ്, അവർ പറയുന്നത് ശരിയാണ്. ഐ അക്സെപ്റ്റ് ഇറ്റ്. രണ്ടുപേരും ഒന്നിച്ച് ചേരുക എന്ന് പറയുന്നതിനകത്ത് വലിയ ബലമാണ്. മുപ്പിരിച്ചവരുടെ 3 പേരൊന്നിച്ച് എറിഞ്ഞാൽ അവിടെ മാറ്റാൻ ഒക്കൂല. അതുകൊണ്ടാണ് ഒരു കുടുംബം ഭാര്യ ഭർത്താവും ദൈവവും കൂടെ ഉണ്ടെങ്കിൽ അതിനകത്തങ്ങ് ഒരു ശത്രു കയറത്തില്ല. പക്ഷെ അത് പിശാച് ഭാര്യയും ഭർത്താവിനെയും അകറ്റി മക്കളെ അപ്പനെയും മാറ്റി നിർത്തി കാക്ക കല്ലെറിഞ്ഞത് പോലെ ആക്കി വെച്ചിരിക്കുകയാണ് ഈ കാലങ്ങളിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ഭർത്താവ് പറയുന്ന തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണമായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും. വിശുദ്ധന്മാരാന്ന് പറഞ്ഞാൽ അവർ മെച്ചുവറല്ല. ദേ നീഡ് ട്രെയിനിങ് ഓൾസോ, ദേ നീഡ് എൻകറേജ്മെൻറ്റ്. ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും. ഇതെല്ലാം നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഇത് പോഷിപ്പിക്കുക, പരിപോഷിപ്പിക്കുക പലതരത്തിലാണ്. ബട്ട് എവറി ഡേ ഇറ്റ് നീഡ്സ്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിന് അലഞ്ഞൊഴിയുന്ന ശിശുക്കളായിരിക്കാതെ. കണ്ട, ഒത്തിരി ഉപദേശമുണ്ട്, പക്ഷെ സത്യത്തിൻ്റെ ആത്മാവിലാണോ? സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അതായത് നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന് യേശു മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അടുത്ത ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനുള്ള ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കും. ഇതെല്ലാം ക്രിസ്തുവിൽ വളരാനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനുമാണ്. ക്രിസ്തു എന്ന ദൈവപുത്രൻ നമ്മളിൽ പൂർണ്ണമായിട്ടും വളരണം. സിമ്പിളായിട്ട് അത് മാത്രം ആഗ്രഹിച്ചാൽ ഐ നീഡ് എവറി മോമെൻറ്റ്, ഐ നീഡ് ടു ബി വാക്കിംഗ് വിത്ത് ഹിം. വളരെ സിമ്പിളാണിത്. ദൈവം ബാക്കി നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവമാണ് കർത്താവിൻ്റെ ആ ബലമുള്ള കരം നമ്മളെ പിടിച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയൊക്കെ പോയാലും അവൻ തിരിച്ചു കൊണ്ടുപോകും. അതാണ് അമരത്ത് അവനുണ്ട് എന്ന് നമുക്ക് പറയണമെങ്കിൽ വചനം അറിയണം. നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ വചനം അറിഞ്ഞോ അറിയാതെയോ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇത് ഇവിടുന്ന് ഈ മുറിക്കകത്തുനിന്ന് അയക്കുന്ന വചനം ലോകത്തിൻ്റെ നാനാഭാഗത്ത് ചെന്ന് കൊണ്ട് അപ്പോൾ പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു വരികയില്ല, സംശയമില്ല. നിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ദിനംപ്രതി ഇത് പുതിയ മന്നായിട്ട് പോവുകയാണ്. ഈ പുതിയ മന്ന ചെന്ന് വീഴുന്നിടത്ത് ദൈവമേ പുഷ്ടി പ്രാപിച്ചെടുക്കണം. ഇത് എൻ്റെ വചനം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഈ വചനം ചെന്ന് കൊള്ളുന്ന ഭവനങ്ങളിൽ, ഹൃദയങ്ങളിൽ ഒരു മാറ്റം ഉണ്ടായേ പറ്റൂ. അപ്പച്ച കല്ല് പോലും മാംസളമാക്കാൻ കഴിവുള്ളൊരു ദൈവത്തിൻ്റെ വചനമാണ്. അത് സന്ധിമജ്ജകളെയും നിലവുകളെയും ചിന്തകളെയും പ്രാണനെയും ആത്മാവിനെയും ഒക്കെ വേർതിരിച്ചറിഞ്ഞിട്ട് പ്രവർത്തിക്കുമെങ്കിൽ ഞങ്ങൾ അയക്കുന്ന ഈ വചനം നിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കട്ടെ. അപ്പച്ച അത് ഇലക്ട്രിക്യൂട്ട് ചെയ്യുന്നത് പോലെ അകത്തോട്ട് കയറി വേണ്ടാത്തതിനെല്ലാം എടുത്തു മാറ്റിയിട്ട് വേണ്ടുന്നതിനെ ദൈവാത്മാവിൽ വളർത്തിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിയും തെറ്റും എന്തെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു ലോകം, ക്രിസ്തുവിനെക്കുറിച്ച് മിത്തോളജിയാണെന്ന് പറയുന്ന ഒരു ലോകത്തിൽ സത്യദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു.
എന്നിൽ കൂടെ അല്ലാതെ ഒരുവനും പിതാവിനെ കാണത്തില്ല. യു നോ ദ ട്രൂത്ത്. സത്യം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. അത് അവനവൻ്റെ അനുഭവമാണ്. അവന് അകത്തെ മനസ്സാക്ഷിയാണ് അത് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് ഇത് ചെയ്തേ പറ്റൂ. കർത്താവേ, എൻ്റെ ആത്മാവ് ഞങ്ങളിൽ തന്നെയല്ല, കേൾക്കുന്ന ഓരോ വ്യക്തിയിലും ഓരോ ഭവനത്തിൽ ഇത് ചെന്ന് പ്രവർത്തിച്ചിട്ട് ദൈവത്തിൻ്റെ ഉത്തരവുമായിട്ട് കടന്നു വരട്ടെ. അതിനെ ഓരോ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന വചനം അയക്കുകയാണ്. കർത്താവ് തന്നെ കടന്നു ചെന്ന് പ്രവർത്തിച്ചാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ ചോദിക്കുമ്പോഴും കടന്നു വരണമേ എന്ന് വിളിക്കുമ്പം ഓടി വരുന്നൊരു ദൈവമാകിയാൽ സ്തോത്രം. ഞാൻ നിന്നെ ഒരു നാൾ ഇട്ടേച്ചു പോകത്തില്ല. ഐ ആം ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ എന്ന് പറഞ്ഞ ദൈവശബ്ദം നമ്മുടെ കൂടെ നിൽക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.